രതീഷ്, ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന ഷിംജിത മുസ്തഫയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, അല്ലേ? ഇവരുടെ ഫോൺ അടക്കം പിടിച്ചെടുക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണോ കേസെടുത്തിരിക്കുന്നത്? മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഷിംജിതയുടെ മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. കേസെടുത്തതിന് പിന്നാലെ അവർ ഒളിവിൽ പോയി എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അവരുടെ മൊബൈൽ ഫോൺ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. കാരണം അവരുടെ ആ മൊബൈൽ ഫോണിലാണ് അവർ ബസ്സിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരിച്ചത്. അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും ഈ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെയാണ്. ഇന്നലെ ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അത് കേസെടുക്കുന്നതിന് മുമ്പാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ദീപകിൻ്റെ കുടുംബം അമ്മയുടെ പരാതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ അവർ നൽകുന്നത്. വളരെ വേഗത്തിൽ അതിന് നടപടി ഉണ്ടാകുന്നു. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് തന്നെ കൈമാറുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് വൈകിട്ടോടുകൂടി ഒരു 5 മണിയോടുകൂടി ദീപകിൻ്റെ വീട്ടിലെത്തി അമ്മയുടെയും അച്ഛൻ്റെയും സുഹൃത്തുക്കളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നു. ഇതേ സമയത്ത് തന്നെ വടകരയിലെത്തി മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയുടെ മൊഴിയും രേഖപ്പെടുത്തി. ബസ്സിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നാണ് അവർ നൽകിയ മൊഴി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എങ്കിൽ തന്നെ അവർ മുൻ ജനപ്രതിനിധിയാണ്. മുസ്ലിം ലീഗിൻ്റെ അരീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിയമപരമായി അവർക്ക് ചെയ്യാവുന്ന നടപടികളുണ്ടായിരുന്നു. പോലീസിനെ വിവരം അറിയിക്കുക, ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുക, ഈ വീഡിയോ പോലീസിന് കൈമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനെ എത്രത്തോളം സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിക്കാൻ കഴിയും എന്നത് തെളിയിച്ചുകൊണ്ട് ഒരു റീലായി അത് ചിത്രീകരിക്കുന്നു. അത് പരമാവധി റീച്ചുകൾ ലഭ്യമാക്കാനുള്ള ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണത ഒരു ജനപ്രതിനിധി കൂടിയായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിൽ മനംനൊന്ത് സുഹൃത്തുക്കളോട് ഇക്കാര്യം അദ്ദേഹം ദീപക് പറഞ്ഞതായി സുഹൃത്തുക്കളുടെ മൊഴിയിൽ പറയുന്നുണ്ട്. എന്തായാലും അതിൽ മനംനൊന്നാണ് ഒരു വ്യക്തി ജീവൻ ഒടുക്കേണ്ട സാഹചര്യം. ഇപ്പോൾ രതീഷ് അവിടെ വീട്ടിൽ അച്ഛനോടൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അവർ നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? അവരെങ്ങനെയാണ് ആ വിഷയത്തിൽ സംസാരിക്കുന്നത്? പ്രതികരണം എന്തായിരുന്നു? ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്ത് പുതിയ FIR കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് അവർ ഒളിവിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊബൈൽ ഫോൺ പോലീസിന് കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് വരും സമയങ്ങളിൽ പോലീസ് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഹൃദയവേദനയാണ് ആ വീട്ടിൽ പോകുന്ന ഓരോ ഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ആ അമ്മയുടെയും അച്ഛൻ്റെയും പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അത് വ്യക്തമാണ്. ഒരു മകനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവരുത്. മതിയായ ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കേസെടുത്തതിനെ അവർ സ്വാഭാവികമായും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇവരുടെ ഷിംജിതയുടെ ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമെല്ലാം ഇവർ എത്തിയോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു.